ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മേരി സ്ട്രീറ്റ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ തമിഴ്നയിൽ കാണുന്ന പോലെ തന്നെ അധികം പരിചയമില്ലാത്ത ഒരു ചമ്മന്തിയാണ് നമ്മൾ അരയ്ക്കാൻ പോകുന്നതെന്ന്. ഇത് കോവയ്ക്ക കൊണ്ടിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് തേങ്ങയോ സവാളയോ ഉള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. കോവയ്ക്കയും കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് സ്പൈസസ് ഒക്കെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു മാങ്ങയൊക്കെ മിക്സ് ചെയ്യുമ്പോൾ കഴിക്കാൻ പറ്റിയ ഒരു ചമ്മന്തിയാണ്. അങ്ങനത്തെ ഒരു ടേസ്റ്റാണ് ഇതിന്. പിന്നെ പിള്ളേരാണെങ്കിലും പൊതുവേ കോവയ്ക്കൊക്കെ കഴിക്കാൻ മടിയായിരുന്നു, പക്ഷെ ചമ്മന്തി ഇഷ്ടമായിരിക്കും. അപ്പോൾ ഇത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ തോരനും മെഴുകുവരട്ടിയൊക്കെ മാറിയിട്ട് നമുക്ക് വേറൊരു രീതിയിൽ കഴിക്കാനും ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. റെഡ് കളർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തോ. അപ്പോൾ നമുക്ക് ഈ കോവയ്ക്ക ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം ഒന്ന് വഴറ്റിയിട്ടാണ് ഈ കോവയ്ക്കേനെ ചമ്മന്തി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. ആ സമയം നമ്മൾ ഇതിലേക്ക് കുറച്ച് ജീരകം, ചെറിയ ജീരകമാണ്, ക്യുമിൻ സീഡ്സ് 1 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പൊട്ടി തുടങ്ങും നന്നായിട്ട്. ആ സമയത്ത് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളിത് എന്തായാലും അരയ്ക്കാൻ പോവുകയാണ്. ഞാൻ ചെറുതായി ഒന്ന് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ബ്രൗൺ ആവാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട. ചെറുതായി എണ്ണയിലൊന്ന് വഴണ്ട് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം അതൊന്ന് എണ്ണയിലൊന്ന് ചെറുതായി മൊരിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ബാക്കി എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും അതുപോലെ കോവയ്ക്കയും കറിവേപ്പിലയും എല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 പച്ചമുളകാണ് ചേർക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണ്. വേറെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ചേർക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ കറിവേപ്പില ചേർത്തിട്ടുണ്ട്, കുറച്ച് കോവയ്ക്ക. അത് ഒന്ന് വട്ടത്തിൽ അരിഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത്. അരിഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അരിഞ്ഞ് കഴിയുമ്പോൾ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഏകദേശം ഒരു അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 2.5 പിടിയോളം കോവയ്ക്ക ഉണ്ട് കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. കല്ലുപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് നന്നായി വെന്ത് കിട്ടണം. ഇങ്ങനെ നമ്മളിപ്പോൾ സാധാരണ മെഴുക്കുവരട്ടിയൊക്കെ കഴിക്കുന്ന പോലെ നല്ല എന്താ പറയുക, ഫ്രൈ ആയിട്ടൊന്നും കിട്ടണ്ട. ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. നമ്മളിത് അരയ്ക്കാൻ പോവാണല്ലോ. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കണ്ടിന്യൂസ് ഇളക്കണമെന്നില്ല, വേണമെങ്കിൽ മൂടി വെച്ചിട്ട് വേവിച്ചാലും മതി കേട്ടോ. ഞാനിപ്പോൾ മൂടി വയ്ക്കാതെയാണ് വേവിച്ചിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ, ഇങ്ങനെ ഇട്ടതിന് ശേഷം. ഇനി ഇതിലേക്ക് കുറച്ച് പുളി ചേർത്ത് കൊടുക്കണം. നമ്മുടെ ചമ്മന്തി ആകുമ്പോൾ കുറച്ച് പുളി വേണമല്ലോ. ഇത്രയുള്ളൊരു പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു തവണ ഉണ്ടാക്കി നോക്കുമ്പോൾ അതിൻ്റെ ആ പുളിയുടെ അളവും അതുപോലെ പച്ചമുളകിൻ്റെ അളവും ഒക്കെ നിങ്ങൾക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം കുറച്ച് ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു കുഞ്ഞുണ്ട പുളിയാണ് ചേർത്തിരിക്കുന്നത്, വാളൻ പുളി. എന്നിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അതും കൂടി എണ്ണയിൽ കിടന്ന് വഴണ്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു തുള്ളി എണ്ണയും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഡ്രൈ ആയ പോലെ ഇരിക്കുന്നു, അതുകൊണ്ടൊരു ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനിയും നന്നായി മിക്സ് ചെയ്ത് നന്നായി വഴച്ചെടുക്കാം നമുക്ക്. കണ്ടില്ലേ, ഏകദേശം ഒരു 5-6 മിനിറ്റ് വഴറ്റി കഴിയുമ്പോഴേക്കും ഈ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. കണ്ടിന്യൂസ് ഇളക്കിയിട്ടൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പോൾ അത് റെഡിയാണ്. ഇനി അത് നമുക്ക് തണുക്കാൻ വയ്ക്കാം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാം. ഈ ഒരു സമയത്തൊന്നും നമുക്ക് ഈ ഒരു ടേസ്റ്റ് മനസ്സിലാവില്ല കേട്ടോ. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ ഒരു കോവയ്ക്ക മെഴുകുവരട്ടി ഉണ്ടാക്കുന്ന പോലെ ഇരിക്കുക. പക്ഷേ ഈ പുളിയും കൂട്ടി ഇതൊന്ന് അരച്ചെടുത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ എന്തോ ഒരു നാടൻ ഒരു മാങ്ങ അരച്ചതോ അങ്ങനെ എന്തൊക്കെയോ ഒരു ടേസ്റ്റ് തോന്നും ഇതിന്. കോവയ്ക്കയുടേതായ ഒരു ടേസ്റ്റും തോന്നില്ല കേട്ടോ. കണ്ടില്ല, അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് കേട്ടോ. നിങ്ങൾ അരയ്ക്കുമ്പോൾ നിങ്ങളെ പരുവത്തിന് അരയ്ക്കുക. പക്ഷെ നന്നായിട്ട് ആ കുരുവൊക്കെ നന്നായിട്ടൊന്ന് അരയുന്നതായിരിക്കും നല്ലത് കേട്ടോ. അല്ലെങ്കിൽ കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഒരുപാട് അരഞ്ഞു പോകണ്ട, ചമ്മന്തി അല്ലേ നമ്മുടെ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ ഇതിലേക്ക് ഒരു താളിച്ചും കൂടെ ചേർത്ത് കഴിഞ്ഞാലാണ് നല്ല ഒരു എണ്ണയുടെയൊക്കെ ഒരു മയം കിട്ടുക. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉഴുന്നുപരിപ്പ് പൊടിച്ചിട്ടുണ്ട്. വളരെ കുറവ് മതി. അതൊന്ന് ചെറുതായി ഒന്നിങ്ങനെ മൂത്ത് തുടങ്ങുമ്പോൾ കടുക് ചേർത്ത് അതും പൊട്ടിച്ചു. അതിനുശേഷം വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ താളിച്ച്, സിമ്പിളായിട്ടുള്ളൊരു താളിപ്പാണ്. അത് താളിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കട്ടെ. ഞാനപ്പോൾ ആ ചട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിട്ടുണ്ടായില്ല കേട്ടോ. അതുകൊണ്ട് ആ ഉഴുന്നുപരിപ്പ് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കൂടി. ഇത്രയ്ക്കും ബ്രൗൺ ആവണ്ട കേട്ടോ, ലൈറ്റ് ബ്രൗൺ മതി. പക്ഷേ കരിഞ്ഞൊന്നും പോയിട്ടില്ല, എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തി കഴിക്കാൻ. ഈ സെയിം മെത്തേഡിൽ നിങ്ങൾക്ക് പീച്ചിങ്ങ കൊണ്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അന്നേരം വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. പീച്ചിങ്ങിൽ നല്ല വെള്ളം ഉണ്ടാവുമല്ലോ. കണ്ടില്ല, നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ, നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അത്യാവശ്യം നല്ല എന്താ പറയുക വേറെ കറിയൊന്നും ആവശ്യം വരില്ല. നമുക്കൊരു തൈരോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ചോറുണ്ണാം. അത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ കോവയ്ക്കയുടെ ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ ഫ്രണ്ട് ആൻമരിയാണ്. ആൻമരിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്, കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഒരു ടേസ്റ്റ് അല്ല ഈ കോവയ്ക്ക ചമ്മന്തിക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി തന്നെ അത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. സോ കണ്ടതിന് വളരെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.